എടാ കാർത്തിക്, നീ ഇവിടെ ഇന്നലെ ആയിരുന്നു നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ പഠിച്ചത് അല്ലേ അല്ലേ ഗൈസ്? ഇന്നലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിരുന്നില്ലേ? അവൻ സംശയം ചോദിച്ച് ഓക്കെ. ആ ഉത്ത് എവിടെ പോയാവോ? ഉദിത്ത് കാണുന്നില്ല. ഓക്കെ, നേത്രയില്ലേ? ആ ഉണ്ടോ? തമ്പുരാട്ടി എവിടെയായിരുന്നു? തമ്പുരാട്ടി അൺമ്യൂട്ട് കരോ. ഇന്ന് ഭംഗിയായിട്ട് സുന്ദരിയായിട്ടൊക്കെ എവിടെ പോണ്? എവിടെ പോയി? സാധനങ്ങൾ മേടിക്കാനാണ് ഇത്രയും ഭംഗിയിലൊക്കെ പോകുന്നത്. പൊട്ട് മാത്രം തൊട്ടുള്ളൂ മിസ്സേ. ഞാൻ എങ്ങനെ നല്ല അടിപൊളിയാണ്. ഓക്കെ, എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, എവിടേക്കാണാവോ? അവിടെ സാധനങ്ങൾ മേടിച്ച് നടന്നു. ക്ലാസ്സിൽ കയറണ്ട കേട്ടോ, അവിടെ ക്ലാസ് കണ്ടിട്ട് കുറെ കാലമായി. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കീപ്പിംഗ് ടൈം ദ സ്കൈസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഫേസ് ഓഫ് ദ എർത്ത്, മൂൺ, ഫേസ് ഓഫ് ദ മൂൺ പഠിച്ചു. അതിൽ തന്നെ നമ്മൾ ന്യൂ മൂണ്, ഫുൾ മൂണ്, വേനിങ്, വാക്സിങ്, വണ്ടി. ഓക്കെ, ദെൻ ഗിബ്ബസ്, ക്രെസന്റ്, ലൊക്കേഷൻ ഓഫ് മൂൺ പഠിച്ചു. ഇതിൽ തന്നെ നമ്മൾ വേനിങ് മൂണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് സൺറൈസ് ടൈമിലാണ്. വാക്സിങ് മൂൺ ഏറ്റവും കൂടുതൽ കാണുന്നത് സൺസെറ്റ് ടൈമിലാണ്. ദെൻ മൂണിൻ്റെ ഷേപ്പ്, ലൈറ്റ്. ഓക്കെ. ഇനി ആ ചേഞ്ച് ഉണ്ടാവാനുള്ള റീസൺസ് പഠിച്ചു അല്ലേ? ഫേസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. അതെ, കുറേ വായിക്കൊള്ളത്തെ പേര് പഠിച്ചു. ദെൻ എക്ലിപ്സസ് പഠിച്ചു. സോളാർ എക്ലിപ്സും അതുപോലെ തന്നെ ലൂണാർ എക്ലിപ്സും നമ്മൾ പഠിച്ചു. ഓക്കെ. ദെൻ അതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചാണ് എക്ലിപ്സസ് എന്തുകൊണ്ടാണ് എല്ലാ മന്തും ഫോം ചെയ്യാത്തതെന്നുള്ളത്. അതിൻ്റെ റീസൺ പഠിച്ചു. ദെൻ നമ്മൾ പഠിച്ചതാണ് എർത്തിൻ്റെ റൊട്ടേഷനെ കുറിച്ച്. അതുപോലെ തന്നെ മീൻ സോളാർ ഡേ പഠിച്ചു, ഷാഡോ പഠിച്ചു, മന്തും അതുപോലെ ഇയറും പഠിച്ചു. കാലണ്ടർ ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അതിൽ ലൂണാർ കലണ്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സോളാർ കലണ്ടേഴ്സ് ഉണ്ട്. ഒരാൾ വിളിക്കും മിസ്. ഇന്നലെ പഠിച്ച ടോപ്പിക്സ് വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. ഇന്നലെ എവിടെയായിരുന്നു ഇന്നലെ? ട്രിപ്പ് എവിടെ? എവിടെ? ഓക്കെ. മൂന്നാർ പോയി, അമ്മ വീട്ടിലായിരുന്നു. ഓക്കെ ഫൈൻ. അപ്പൊ ട്രിപ്പൊക്കെ പോയി വന്നിനി നമുക്ക് പഠിക്കാം. ഓക്കെ, യെസ്. അടുത്ത ആളെ വിളിച്ചോളൂ. പ്രണവ്. ആക്ച്വലി ഗൈസ് ഞാൻ ആണോ? പ്രണവും സ്റ്റീവും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പ്രണവ് ഹായ്. ഞാൻ എന്താ ചോദിക്കാൻ വന്നേ? നീ ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ. ഓക്കെ. സോ ലൂണാർ കലണ്ടർ ഇല്ലേ? ലൂണാർ കലണ്ടർ നമ്മുടെ മൂണിന്റെ ഫേസസ് വെച്ചിട്ട് നോക്കുന്ന കലണ്ടർ. അതിൽ എത്ര ഡേയ്സ് ഉണ്ട്? ഒരു ഇയറിൽ 0.5. ഒരു മാസം 29.5. ഒരു ഇയറിൽ എത്ര ഡേയ്സ് ഉണ്ട്? 354. അടിപൊളി, മിടുക്കൻ. യെസ്, സൂപ്പർ ആയിട്ട് ആൻസർ പറഞ്ഞു കേട്ടോ. അടിപൊളി. അടുത്ത ആള്. ജീന. ഇന്നധികം ഗുഡ് ഈവനിങ്. എൻ്റെ അമ്മോ, എന്ത് ഗുഡ് ഈവനിങ് ആണത്. ഗുഡ് ഈവനിങ്. സോ സോളാർ കലണ്ടർ. ഓക്കെ, ലൂണാർ കലണ്ടറിൽ 354 ഡേയ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോളാർ കലണ്ടർ ആണെങ്കിൽ എത്ര ഡേയ്സ് ഉണ്ടാവും? 365. യെസ്, വെരി ഗുഡ്. 365 തന്നെയായിരിക്കും. നമ്മുടെ നോർമൽ കലണ്ടർ ആണ് നമ്മുടെ സോളാർ കലണ്ടർ. നോർമൽ കലണ്ടർ പോലെ തന്നെയാണ് സോളാർ കലണ്ടറും വരുന്നത്. ദെൻ ഇവർ രണ്ടുപേരുടെയും മിക്സ് ആയിട്ടുള്ള ഒരു അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, ലീപ്പ് ഇയറിന്റെ കാര്യം പറഞ്ഞു. എന്താണ് ലീപ്പ് ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഇത്രയും എഴുതിയാൽ മതി. To correct the extra 1 for J, a leap day is added every 4 years, February 29th. ഇതിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ലീപ്പ് ഇയർ റൂൾ എന്താണ്? The years divisible by 4 are leap years. 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇയേഴ്സ് എല്ലാവരും ലീപ്പ് ഇയേഴ്സ് ആയിരിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ 2024. ഇനി ഒരു 2065 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ലീപ്പ് ഇയർ അല്ല, ബിക്കോസ് അത് 4 വെച്ച് ഡിവിസിബിൾ അല്ല. ഓക്കെ, അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മനസ്സിലാവണം കേട്ടോ. ദെൻ ലൂണി സോളാർ കലണ്ടേഴ്സ് പറഞ്ഞു, രണ്ടിൻ്റെയും മിക്സ് ആണ്. ദെൻ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് അമാൻ കലണ്ടേഴ്സ്, അതുപോലെ പൂർണിമാത് കലണ്ടേഴ്സും വരുന്നുണ്ട്. അമാത് ആണെന്നുണ്ടെങ്കിൽ അത് ന്യൂ മൂൺ തൊട്ട് ന്യൂ മൂൺ വരെ ആയിരിക്കും 1 മന്ത്. പൂർണിമാത് ആണെന്നുണ്ടെങ്കിൽ അത് ഫുൾ മൂൺ തൊട്ട് ഫുൾ മൂൺ വരെ ആയിരിക്കും 1 മന്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പല ടൈപ്പ് കലണ്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കലണ്ടർ ഏതാണ്? എൻ്റെ കലണ്ടർ ഏതാണ്? മാതൃഭൂമിയാണെന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? അതൊക്കെ ജോർജിയൻ കലണ്ടേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക,
ജാനുവരി ഫെബ്രുവരി എന്നുള്ള മന്ത്സ് ഒക്കെ വരുന്നത് ജോർജിയൻ കലണ്ടറാണ്. ഓക്കെ, സോ ദെൻ നമ്മൾ പഠിച്ച കാര്യമായിരുന്നു ഇന്ത്യൻ നാഷണൽ കലണ്ടർ അല്ലെങ്കിൽ സാഗ കലണ്ടർ എന്ന് പറയുന്ന കലണ്ടർ. ഇത് എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കലണ്ടറാണ്. ഇതിൽ നമുക്ക് 365 ഡേയ്സ് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് മന്തിലെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ജോർജിയൻ കലണ്ടറിലെ മാർച്ച് 22 മുതലായിരിക്കും. ഓക്കെ, നമുക്ക് നോർമലി അത് മാർച്ച് 22 ആണ്. പക്ഷേ നമ്മുടെ ഈ കലണ്ടറിനകത്ത് സാഗ കലണ്ടറിനകത്ത് ചൈത്ര 1 എന്ന് പറയുന്നതാണ് ആദ്യത്തെ മാസം. ആദ്യത്തെ മാസത്തിലെ ആദ്യത്തെ ഡേ എന്ന് പറയുന്നത് ചൈത്ര 1 ആണ്. അത് നമുക്ക് ജോർജിയനിൽ എത്രയായിരിക്കുള്ളൂ, മാർച്ച് 22 സ്റ്റാർട്ട് ചെയ്യുന്നത്. ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ അത് മാർച്ച് 21 ആയിട്ട് പോകും. കാരണം അവർ ഫസ്റ്റ് മന്തിലോട്ടാണ് അഡീഷണൽ ഡേ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ ഓക്കെ ഇതൊക്കെ പറഞ്ഞാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫെസ്റ്റിവൽസ് റിലേറ്റഡ് ടു ആസ്ട്രോണമിക്കൽ ഫിനോമിന. ഓക്കെ, ക്വസ്റ്റ്യൻ വേണ്ട, ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണ്ട, ഹെഡിങ് ആയിട്ട് എഴുതിക്കോ. ഫെസ്റ്റിവൽസ് റിലേറ്റഡ് ടു ആസ്ട്രോണമിക്കൽ ഫിനോമിന. കുറേ ഫെസ്റ്റിവൽസ് ഉണ്ട് അങ്ങനെ ആസ്ട്രോണമിക്കൽ ഫിനോമിനാസുമായിട്ട്. ചന്ദ്രനെ കാണുന്ന ദിവസം, അങ്ങനെ കുറേ അല്ലേ മിസ്സേ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഫെസ്റ്റിവൽസ് ഉണ്ട്. ആ ഫെസ്റ്റിവൽസ് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ നിങ്ങൾക്ക് പരിചയത്തിലുണ്ട്, അറിയാമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഷെയർ വിത്ത് മീ. അറിയാവുന്നവരൊന്ന് വേവ് ചെയ്യാം കേട്ടോ. നമ്മളുടെ ആസ്ട്രോണമിക്കൽ ഫിനോമിനാസ് ആയിട്ട് കണക്ഷനുള്ള ഏതെങ്കിലും ഫെസ്റ്റിവൽസ് അറിയാമെങ്കിൽ ഒന്ന് വേവ് ചെയ്യാം. ചന്ദ്രയാണ്ടിയ അമ്മയാ, ഓക്കെ പറയടാ. ദിവാലി ഉണ്ട്, ഈദ് ഉണ്ട്, പിന്നെ പിന്നെ അത് മതിയല്ലോ. ദീപാവലി ഉണ്ട്, ഈദ് ഉണ്ട് അല്ലേ, കുറേ അങ്ങനത്തെ കുറേ ഫെസ്റ്റിവൽസ് ഉണ്ട്. സോ ആ ഫെസ്റ്റിവൽസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് വേറെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. കുറേ ഫെസ്റ്റിവൽസ് കാണാം, നല്ല കളർഫുൾ ആയിരിക്കുള്ളൂ ഇന്ന് ബാക്ക്ഗ്രൗണ്ട് അല്ലേ മിസ്സേ? ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇന്ന് ഫുൾ കളർഫുൾ ആണ്, കാരണം കുറേ ഫെസ്റ്റിവൽസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് നമ്മൾ എക്സാമ്പിൾസ് ജസ്റ്റ് പഠിക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ടൈം ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് സമയം തരും. ബിക്കോസ് നമ്മൾ അടുപ്പിച്ചാണ് നമുക്കിപ്പോൾ ക്ലാസ് വരുന്നത്. സോ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ അധികം സമയം കിട്ടുന്നുണ്ട്, ബിക്കോസ് അധികം ടഫായിട്ടുള്ള ടോപ്പിക്സ് ഒന്നും അല്ല. എന്നാലും അടുപ്പിച്ച് ക്ലാസ് വരുന്നുണ്ട്. എന്താ പറയുക, പഠിച്ചു തീരാത്ത അവസ്ഥ വരാം ചിലപ്പോൾ, മേ ബി. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാം. ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ തംസ് കാണിച്ചേ. എടാ എന്താണ് ഒരു റെസ്പോൺസ് ഇല്ലാത്തത്? ഒന്ന് പവർ കാണിച്ച് എന്നിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പവർ പാക്ക് എവിടെ? ധവൻ ഏതാ? എറിക്കല്ലേ അവൻ? ഇതവിടെ ജേഴ്സി ഇട്ടിരിക്കുകയാണ് കള്ളൻ. പവർ കാണിച്ചേടാ, പവർ വരട്ടെ. യെസ്, ഓക്കെ സെറ്റ്. സോ ഇനി നമുക്ക് കുറച്ച് ഫെസ്റ്റിവൽസ് നോക്കാം. ദാറ്റ് ഈസ് Are festivals related to astronomical phenomena? Yes, many Indian festivals are linked to the phases of moon and thus are based on lunar or lunisolar calendars. ഒരുപാട് ഫെസ്റ്റിവൽസ് നമ്മുടെ മൂണിൻ്റെ ഫേസസ് ആയിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ അവർ ലൂണാർ കലണ്ടറും ലൂണിസോളാർ കലണ്ടേഴ്സും ഫോളോ ചെയ്ത് പോകുന്ന കുറേ ഫെസ്റ്റിവൽസ് ഉണ്ട്. ഓക്കെ, ചന്ദ്രൻ്റെ ഇപ്പോൾ ഏത് ഷേപ്പാണ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ഫെസ്റ്റിവൽസിന് നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഇതേത് ഫെസ്റ്റിവൽ ആണ്? വിച്ച് ഫെസ്റ്റിവൽ ഈസ് ദിസ്? ഇത് നമ്മൾ ഇന്ത്യയിൽ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. ഇതേത് ഫെസ്റ്റിവൽ ആണെന്ന് അറിയാവുന്നവർ വേവ് ചെയ്യൂ പ്ലീസ്. വിനായക് ഏതാ? ഇതാ ദീപാവലി. ഇത് ദീപാവലി ആണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ചിരാത് കണ്ടപ്പോൾ മനസ്സിലായി. ബിക്കോസ് ദീപാവലി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. ഓക്കെ, ലൈറ്റിൻ്റെ ഫെസ്റ്റിവൽ ആണ് ദീപാവലി എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ ചെറിയ ചെറിയ ചിരാതുകളിൽ ഇങ്ങനെ ദീപം ഇങ്ങനെ തെളിയിച്ച് വെക്കും. നല്ല ഭംഗിയാണ് ആ സമയത്ത് ആ ഒരു ഏരിയ കാണാനായിട്ട്. നമ്മുടെ സന്ധ്യാസമയത്തല്ലേ മിസ്സേ? സന്ധ്യാസമയത്ത് എല്ലാ വീടുകളിലും ഇങ്ങനെ ദീപങ്ങൾ ഇങ്ങനെ നിറച്ചിങ്ങനെ തെളിയിച്ച് വെക്കും. കൂടുതലും നോർത്തിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളിലാണ് ദീപാവലി വളരെയധികം എന്താ പറയുക, വളരെയധികം ഫേമസ് ആയിട്ടും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന കേട്ടോ. നമ്മൾ കേരളത്തിൽ ആഘോഷിക്കും, പക്ഷെ എന്നാലും കുറച്ച് കുറവാണല്ലേ മിസ്സേ? കുറച്ച് കുറവാണ്. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമാണ് അല്ലേ? ദീപാവലിക്കും പൊങ്കലിനൊക്കെ ഭയങ്കര ആഘോഷമല്ലേ തമിഴ്നാട്ടിൽ? ഓക്കെ, സോ എക്സാമ്പിൾ എഴുതാ. ദീപാവലി, നോട്ട് ദീപാവലി, ഇറ്റ് ഈസ് ദിവാലി. ആക്ച്വലി നമുക്ക് മലയാളത്തിൽ വരുമ്പോൾ ദീപങ്ങൾ വരുന്നതുകൊണ്ടാണ് ദീപാവലി ആയത് കേട്ടോ. ആക്ച്വലി ഇറ്റ് ഈസ് ദിവാലി. ഫസ്റ്റ് എക്സാമ്പിൾ ദിവാലി എഴുതാം.
ഇത് ആക്ച്വലി നമ്മുടെ മൂണിൻ്റെ ഫേസസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലാണ് ദിവാലി എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഇത് എപ്പോഴാണെന്നുള്ള കാര്യം കൂടി ഉണ്ട്. സെലിബ്രേറ്റഡ് ഓൺ ദ ന്യൂ മൂൺ ഓഫ് കാർത്തിക. എന്തായിരുന്നു കാർത്തിക? കാർത്തിക എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കാർത്തിക? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കലണ്ടർ പറഞ്ഞില്ലായിരുന്നോ, സാഗ കലണ്ടർ പറഞ്ഞില്ലായിരുന്നോ? അതിനകത്ത് കുറേ മന്ത്സ് വരുന്നുണ്ട് അല്ലേ? ചൈത്ര, ഫൽഗുണ, കാർത്തിക്, അശ്വിൻ, അങ്ങനെ കുറേ മന്തുകൾ വരുന്നുണ്ടായിരുന്നു. അതിലെ മന്തുകളെ വെച്ചിട്ടായിരിക്കുള്ളൂ ഇനി വരുന്ന കാര്യങ്ങൾ കേട്ടോ. അതിലെ മന്തിൽ എപ്പോഴാണ് ന്യൂ മൂൺ, അതിലെ മന്തിൽ എപ്പോഴാണ് ഫുൾ മൂൺ, അത് വെച്ചിട്ടാണ് ഈ പറയുന്ന ഫെസ്റ്റിവൽസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിലെ മന്ത് വെച്ചിട്ടാണ്. ഓക്കെ, അല്ലാതെ നമ്മളുടെ നോർമൽ ജോർജിയൻ കലണ്ടർ വെച്ചിട്ടല്ല. കാരണം ഇന്ത്യൻ കൾച്ചറാണ്. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു കലണ്ടറാണ് സാഗ കലണ്ടർ എന്ന് പറയുന്നത്. അതിനകത്തുള്ള പേരുകൾ, അതിനകത്തുള്ള മാസങ്ങൾ വെച്ചിട്ടായിരിക്കുള്ളൂ ഇതൊക്കെ ആഘോഷിക്കുന്നത് കേട്ടോ. സോ സെലിബ്രേറ്റഡ് ഓൺ ദ ന്യൂ മൂൺ ഓഫ് കാർത്തിക. എഴുതിക്കോളൂ, ദിവാലി സെലിബ്രേറ്റഡ് ഓൺ ദ ന്യൂ മൂൺ ഓഫ് കാർത്തിക. ഇനി അടുത്ത വരാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫെസ്റ്റിവലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫെസ്റ്റിവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആക്ച്വലി അത് വളരെ റെയർ ആയിട്ടാണ് ആഘോഷിക്കുകയുള്ളൂ. നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കുറവാണ് ആ ഫെസ്റ്റിവൽ. നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കുറവാണ് അത് ആഘോഷിക്കുന്നത്. പക്ഷേ അടിപൊളി ഫെസ്റ്റിവലാണ്. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ഫെസ്റ്റിവൽ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. സൂപ്പർ അല്ലേ? മിസ് ആഘോഷിച്ചിട്ടില്ല. ഞാൻ ഒരു 2-3 പ്രാവശ്യം മാത്രമേ ഇത് ആഘോഷിച്ചിട്ടുള്ളൂ. വൺസ് കോളേജിൽ ആഘോഷിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ നാട്ടിൽ തന്നെ എല്ലാവരും കൂടി അടിപൊളി പരിപാടിയായിട്ട് കുറേ കളർ വെള്ളമൊക്കെ ഇങ്ങനെ കോരി ഒഴിച്ച്. അന്നത്തെ ദിവസം ഒരു പ്രശ്നം പറ്റി എന്താണെന്നറിയോ? നമ്മൾ വാരിക്കോരി പൊടിയൊക്കെ വിതറി കളർ വെള്ളമൊക്കെ ഒഴിച്ച് അന്ന് വൈകുന്നേരം പൈപ്പിലെ വെള്ളം നിന്ന് എല്ലാവരുടെയും കോലൊന്ന് കാണണം. പക്ഷെ കുളിക്കാൻ ഒരു നിവർത്തിയില്ല അന്നത്തെ ദിവസം. അന്നത്തെ ദിവസം നമ്മൾ കിണറ്റിന്നൊക്കെ വെള്ളം എടുത്ത് നല്ല അടിപൊളി സംഭവമായിരുന്നു. അന്ന് ഞാൻ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോഴാണ്, പണ്ട് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കൂടി ആഘോഷിച്ചു നമ്മുടെ നാട്ടിൽ. ഓക്കെ, സോ ഹോളിയാണ് നമുക്ക് നെക്സ്റ്റ് ഫെസ്റ്റിവൽ വരുന്നത്. ഹോളി എന്ന് പറയുന്നതും ഇതുപോലെ നമ്മൾ ലൂണാർ ആൻഡ് സോളാർ കലണ്ടേഴ്സിന്റെ ബേസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കലണ്ടറിന്റെ ബേസിലാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത്. ഇതെപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ സെലിബ്രേറ്റഡ് ഓൺ ദ ഫുൾ മൂൺ ഓഫ് ഫൽഗുണ. ഫൽഗുണ എന്ന് പറയുന്ന ഒരു മാസം ഓർമ്മയുണ്ടോ? ഫൽഗുണ മിസ്സിന് ഓർമ്മയുണ്ടാവും. ഗുഡ് മിസ്സെങ്കിലും പഠിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. സോ ഫൽഗുണ എന്ന് പറയുന്ന ഒരു മന്ത് നമ്മൾ സാഗ കലണ്ടറിൽ പറഞ്ഞിരുന്നു. ദാറ്റ് വാസ് ദ 12th മന്ത് അല്ലേ? നമുക്ക് ഡിസംബറിന് പകരം അവർക്ക് അവിടെ ഫൽഗുണയാണ്. സോ 12th മന്താണ് ഫൽഗുണ എന്ന് പറയുന്നത്. സോ ആ 12th മന്തിനകത്തുള്ള ഫുൾ മൂൺ അന്നായിരിക്കും നമ്മൾ ഹോളി ആഘോഷിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ എഴുതാം, ഹോളി സെലിബ്രേറ്റഡ് ഓൺ ദ ഫുൾ മൂൺ ഓഫ് ഫൽഗുണ. ഹോളി ആഘോഷിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് വേവേദേ. ഗ്രാൻഡ് ആയിട്ട് ആഘോഷിച്ചിട്ടുള്ളവര് നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി ആഘോഷമായിരിക്കും. വിളിച്ച് ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ആഘോഷിച്ചത്? റിയലി? എപ്പോൾ, എവിടെ വെച്ച്? ഞാൻ 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് കണ്ട. അതാണ് അതിന്റെ ടൈം. ഓക്കെ, ഇനി കോളേജിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, കോളേജിൽ പോകുമ്പോഴും നമുക്ക് ഹോളി ആവണമെന്നില്ല. നമുക്ക് സെൻഡ് ഓഫ് അല്ലെ, ഫെയർവെൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടി വെച്ചിട്ടാണ് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, യെസ്, അതെ. ഇനി അടുത്ത ഫെസ്റ്റിവൽ നോക്കിയാലോ. നെക്സ്റ്റ് ഫെസ്റ്റിവൽ, ഈ ഫെസ്റ്റിവൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പാടായിരിക്കുള്ളൂ. ഈ ഫെസ്റ്റിവൽ എന്തായിരിക്കും? എനി ഗെസസ് ഉണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്യാം. ഇതാരാന്ന് മനസ്സിലായ? ഇതാരാണെന്ന് മനസ്സിലായിട്ടുള്ളവരൊന്ന് വേവ് ചെയ്ത്. അതെന്തായാലും എല്ലാവർക്കും മനസ്സിലാവണം കേട്ടോ. എല്ലാവർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ബുദ്ധനാണെന്ന് മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ട് ഇവിടെ. എടുത്ത് ബുദ്ധനാണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? മനസ്സിലായെങ്കിലൊന്ന് വേവ് ചെയ്തേ. ബുദ്ധനാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഇത് ബുദ്ധനാണ്. ബുദ്ധൻ ജനിച്ച ദിവസം, ബുദ്ധന്റെ പിറന്നാളായിരുന്നു. ബുദ്ധ പൗർണമി. യെസ്, വെരി ഗുഡ്. അതാണ് ബുദ്ധ പൂർണിമ, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ ബുദ്ധ പൗർണമി. ഓക്കെ, സോ നെക്സ്റ്റ് എഴുതാ, എക്സാമ്പിൾ എഴുതാ, ബുദ്ധ പൂർണിമ ഓർ ബുദ്ധ പൗർണമി. ബുദ്ധൻ ജനിച്ച ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മളുടെ ഇവിടെ ഒന്നും അങ്ങനെ ബുദ്ധ പൗർണമി സെലിബ്രേറ്റ് ചെയ്യാറില്ല. കൂടുതലും നോർത്തിലൊക്കെയാണ് കൂടുതലും സെലിബ്രേറ്റ് ചെയ്യാറ്. കൂടുതലും നമുക്ക് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കൂടുതലും നോർത്തിലാണ് നമ്മുടെ അല്ലേ മിസ്സേ?
ആ ഒരു സൈഡിലോട്ട് പോകുമ്പോഴാണ് കൂടുതലും ഇതുപോലെ സെലിബ്രേഷൻസും കാര്യങ്ങളും. പിശുക്കില്ല അവർക്ക്. അതന്നെ, സെലിബ്രേഷൻസിന്റെ കാര്യത്തിൽ അവർ ഭയങ്കര റിച്ച് ആണ്, അല്ലാത്ത കാര്യത്തിലൊക്കെ ഭയങ്കര ഓക്കെ. എനിവേസ് നമ്മുടെ കൂടുതലും സെലിബ്രേഷൻ വരുന്നത് എന്താണ്? ഓണം, വിഷു. നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, കേരളത്തിന്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്ന് പറയുന്നത്, ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഓണം. കേരളത്തിന്റെ ദേശീയ ഉത്സവം, ഫെസ്റ്റിവൽ. ഓക്കെ. സോ ഒക്യൂസ് ഓൺ ദ ഫുൾ മൂൺ ഓഫ് വൈശാഖ. വൈശാഖ എന്ന് പറയുന്ന ഒരു മന്തില ഫുൾ മൂണിലായിരിക്കുള്ളൂ ബുദ്ധ പൂർണിമ ഒക്യൂർ ചെയ്യുന്നത്. ക്രിസ്മസാ എടാ, ക്രിസ്മസ് ഓക്കെ, വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ക്രിസ്മസ് ആണ്. കേരളത്തിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ എന്ന് പറയുന്നതാണ് ഓണം. അതുപോലെ തമിഴ്നാട്ടിലെ ഏതാണ്? പൊങ്കൽ അല്ലേ? പൊങ്കൽ എഴുതിക്കോളൂ. ഒക്യൂസ് ഓൺ ദ ഫുൾ മൂൺ ഓഫ് വൈശാഖ. ബുധൻ. സൗദിയിലെ കാര്യമാണോ പറഞ്ഞത്? ഇവിടെ ഇന്ത്യയിലെ കാര്യങ്ങൾ പറഞ്ഞു തീരാണല്ലോ. ഓക്കെ, യെസ്. അപ്പൊ നെക്സ്റ്റ് ഇതെന്തായിരിക്കും? ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതെന്തായിരിക്കും? ഇത് എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? സോറി, എന്ത് ഫെസ്റ്റിവൽ ആയിരിക്കും? ഫംഗ്ഷൻ ആണല്ലോ വരുന്നത്. ഓക്കെ, വിളിച്ചോ. ആരെ വേണമെങ്കിലും വിളിച്ചു, എല്ലാവരും നമ്മുടെ ആൾക്കാരാണ്. ജോഷുവ. ഇതാണ്, യെസ്, ഇതാണ് നമ്മുടെ ഈദ് ഉൽ ഫിത്തർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈദ് ഉൽ ഫിത്തർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ സൈറ്റിംഗ് ദ ക്രസന്റ് മൂൺ അറ്റ് ദ എൻഡ് ഓഫ് റംസാൻ. റംസാൻ കഴിഞ്ഞ് റംസാന്റെ എൻഡിൽ എത്തിക്കഴിയുമ്പോൾ ക്രസന്റ് മൂണില്ലേ, ഇത് ഈ കാണുന്ന ഷേപ്പ്, അതുകൊണ്ടാണ് ഈദ് ഉൽ ഫിത്തറിന് നമ്മൾ ആ ഒരു ഈദ് ഉൽ ഫിത്തർ അല്ല, നമ്മളുടെ ഒരു ഇസ്ലാമിക് എന്താ പറയുക റിലീജിയന് നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. അവർ ക്രസന്റ് മൂണിനെയാണ് അവർ ആരാധിക്കുന്നത്. ഓക്കെ, അവർ അഡോർ ചെയ്യുന്നത് ക്രസന്റ് മൂണിനെയാണ്. അപ്പോൾ ക്രസന്റ് മൂൺ, റംസാൻ കഴിഞ്ഞിട്ട് ക്രസന്റ് മൂൺ വരുന്ന സമയത്തായിരിക്കുമല്ലോ അവർ ഈദ് ഉൽ ഫിത്തർ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഓക്കെ, യെസ്. ക്രസന്റ് മൂൺ കണ്ട ആ ഷേപ്പ് കണ്ടില്ലേ? ഇതിങ്ങനെ ഇങ്ങനത്തെ മൂൺ വരുമ്പോൾ ഞാനേ മര്യാദക്ക് വരക്കാം. അയ്യാ, ഓക്കെ അല്ലേ? സെലിബ്രേറ്റഡ് ആഫ്റ്റർ സൈറ്റിംഗ് ദ ക്രസന്റ് മൂൺ അറ്റ് ദ എൻഡ് ഓഫ് റംസാൻ. എന്തേ? ആമസോണെ റമദാൻ എഴുതാം, അല്ലെങ്കിൽ റംസാൻ എഴുതാം. ഇവര് റമസാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു വെട്ടിക്കളയട്ടാ. ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്. പിന്നെ അല്ലാണ്ട് നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് അറിയണ്ടേ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ. ഇതറിയാവുന്നവരുണ്ടോ? ഉണ്ടോ? ഇത് അടിപൊളി ഫംഗ്ഷനാണ്, ഫെസ്റ്റിവലാണ്. ഇതും അറിയോ നിങ്ങൾക്ക്? വിളിക്കൂ, എന്താ നോക്കട്ടെ, അവരെന്താ പറയുന്നത് നോക്കട്ടെ. കാർത്തിക്, വിച്ച് ഫെസ്റ്റിവൽ ഇസ് ദിസ്? ആരാ? കാർത്തിക്കിനെ തന്നെ അല്ലേ വിളിച്ചത്? എടാ, ഇത് കണ്ടിട്ട് നിനക്ക് എന്നെ പോലെ തോന്നിയത്? എനിക്ക് ഇത്രയും തലയുണ്ടാ? 1 2 3 4 5 6 7 8 9 10 തലയുള്ള ആരാണ്? 10 തല ഉണ്ടായിരുന്ന നമ്മളുടെ പുരാണത്തിലെ ഐതിഹ്യത്തിലെ 10 തല ഉണ്ടായിരുന്ന ക്യാരക്ടറിന്റെ പേരെന്താണെന്ന് അറിയാവുന്നവർക്ക്? ആരി? രാവണനെ വധിച്ചത് ആരാണ്? അമ്പെയ്താണോ? അമ്പെയ്ത് വധിച്ചത് ആരാണ്? ഓക്കെ, അതെന്തായാലും എനിക്ക് പുതിയൊരു അറിവായിരുന്നു. രാമനെ വധിച്ചത് കൃഷ്ണൻ, അപ്പോ കംസനെ വധിച്ചത് ശ്രീരാമൻ. അടിപൊളി. എടാ, ആരാണ്? സിംഹനാ? ശ്രീരാമൻ. ഓക്കെ, ഫൈൻ. നീയും കൃഷ്ണനാണെന്ന് വിചാരിച്ചത്. കൃഷ്ണൻ ഇത് അറിയണ്ട കേട്ടോ. ആ ക്രെഡിറ്റും കൂടി നീ കൃഷ്ണനെ കൊടുക്ക്. ഓക്കെ, സോ നമ്മുടെ ശ്രീരാമൻ നമ്മുടെ രാവണനെ വധിച്ച ആ ഒരു
സംഭവം എന്ന് പറയുന്നത് രാവണൻ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ കൊണ്ട് കുറേ നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. ശ്രീരാമൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. സോ നെഗറ്റീവ് ക്യാരക്ടർ ആയിട്ടുള്ള രാവണനെ വധിച്ചത് നമുക്കൊരു സെലിബ്രേഷൻ അല്ലേ. സോ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. സോ അതുകൊണ്ട് അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ആ ഫെസ്റ്റിവൽ നമ്മൾ വിളിക്കുന്ന പേരാണ്, കുറച്ച് പേര് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തായിരുന്നു, ദാറ്റ് ഈസ് ദസറ. ഓക്കെ, ദസറ എന്നാണ് ഫെസ്റ്റിവലിൻ്റെ പേര് പറയുന്നത്. ഓക്കെ, യെസ്. occurs on the 10th day of അശ്വിന. അശ്വിൻ എന്ന് പറയുന്ന ഒരു മന്ത് കൂടി നമ്മൾ കണ്ടായിരുന്നു ആ കൂട്ടത്തിൽ സാഗ കലണ്ടറിനകത്ത്. അതിൻ്റെ 10th ഡേ, 10ാമത്തെ ദിവസം, അശ്വിന 10ൻ്റെ അന്നായിരിക്കുള്ളൂ നമ്മൾ ദസറ ആഘോഷിക്കുന്നത്. സോ നമ്മൾ ഈ പറയുന്ന വലിയ വലിയ ഫെസ്റ്റിവൽസ് എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ ജോർജിയൻ കലണ്ടറിൽ നമ്മൾ നോർമൽ ജനുവരി ഫെബ്രുവരി വെച്ചിട്ടല്ല നമ്മൾ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇതെല്ലാം നമ്മൾ നമ്മുടെ സാഗ കലണ്ടേഴ്സ്, ബിക്കോസ് ഇതെല്ലാം എന്താണ്, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ വരുന്ന ഫെസ്റ്റിവൽസ് ആണ്. ഇതെല്ലാം നമ്മൾ സാഗ കലണ്ടേഴ്സിലെ ഡേറ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ പൗർണമിയും അമാവാസിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ബട്ട് നമുക്ക് ഡേറ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്ന ഇതിൽ കൂടെ ആയിരിക്കുള്ളൂ, നമ്മുടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോർജിയൻ കലണ്ടറിൽ നിന്നായിരിക്കും നമുക്ക് ആ ഡേറ്റ് കിട്ടുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസ് കാണിച്ച്. യെസ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ ഫെസ്റ്റിവൽസ് ആണ് മിസ് പറഞ്ഞത്? ദസറ പറഞ്ഞു, ദിവാലി പറഞ്ഞു, ഹോളി പറഞ്ഞു, ബുദ്ധപൂർണിമ പറഞ്ഞു, ഇത്രയല്ലേ പറഞ്ഞോളൂ? റംസാൻ. ഓക്കെ, സോറി, ഈദ് ഉൽ ഫിത്തർ പറഞ്ഞു. ഓക്കെ, ഇത്രയും ഫെസ്റ്റിവൽസ് ആണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ എഴുതാം. These festivals appear on different dates in the Georgian calendar each year because the lunar year and solar year are not the same length. നമ്മുടെ ലൂണാർ ഇയറും സോളാർ ഇയറും സെയിം ലെങ്ത്തിലല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ലൂണാർ ഇയർ എന്ന് പറയുന്നത് നമുക്ക് എത്ര ഡേയ്സ് ആണ് ഉണ്ടായിരുന്നത്? 354 ഡേയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? കാരണം ഒരു മന്ത് എന്ന് പറയുന്നത് 29.5 ഡേയ്സ് ആണ്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12 മന്ത്സ് വരുമ്പോൾ നമുക്ക് 354 ഡേയ്സേ വരുന്നുള്ളൂ. പക്ഷേ സോളാർ ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ നോർമൽ ജോർജിയൻ കലണ്ടർ പോലെ തന്നെ 12 മന്ത്സിനകത്തും കൂടി മൊത്തം വരുന്നത് 365 ഡേയ്സ് ആണ്. 365 ഡേയ്സ് ആണ്. ഇത് രണ്ടും സെയിം ലെങ്ത് ആണോ? ലൂണാർ ഇയറും സോളാർ ഇയറും സെയിം ലെങ്ത് ആണോ? അല്ലെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. സെയിം ലെങ്ത് അല്ല. അത് സെയിം ലെങ്ത് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവൽസ് എല്ലാം നമ്മുടെ ജോർജിയൻ കലണ്ടറിലേക്ക് വരുമ്പോൾ ഡേറ്റ് എല്ലാ വർഷവും ഒരുപോലെ ആവണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, മാർച്ച് 22-നാണ് നമ്മുടെ ദീപാവലി എങ്കിൽ അടുത്ത വർഷം മാർച്ച് 22-ന് തന്നെ വന്നെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ മാർച്ച് 23-നാവാം, 24-നാവാം, അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, ജോർജിയൻ കലണ്ടറിലേക്ക് വരുമ്പോൾ അതിന് കാരണം എന്താണ്? സോളാർ കലണ്ടറും ലൂണാർ കലണ്ടറും സെയിം ലെങ്ത് അല്ല, രണ്ടിലും ഡേയ്സ് വ്യത്യാസമുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ മാത്രം ഒരു ക്രോസ് വേവ്. ക്രോസ് ആയില്ല കേട്ടോ. ക്രോസ് ആവണം. ഓക്കെ, യെസ്. അതിലെ ഓക്കെ ആണോ കൂട്ടുകാരാ? ഇനി അവിടെ വന്ന് ഞാൻ തോണ്ടി വിളിച്ച് ചോദിക്കണോ ഓക്കെ ആണോന്ന്? ഓക്കെ. എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. ജോർജിയൻ അല്ലേ? ഒരു ഈ വിട്ടുപോയി മിസ്സേ. എന്തോ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഓക്കെ, ജോർജിയൻ കലണ്ടർ നമ്മൾ ഇന്നലെ അല്ലേ പഠിച്ചോളൂ, എന്നിട്ടാണ് തെറ്റിക്കണത്. എന്താ? ഓക്കെ. സോ എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ജോർജിയൻ കലണ്ടർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ഫെസ്റ്റിവൽസും എല്ലാ ഇയറും ഒരേ ഡേറ്റ് തന്നെ വന്ന നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ പറയാം, ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 ആണ്. അത് എല്ലാ വർഷം നോക്കിക്കഴിഞ്ഞാലും അത് ഓഗസ്റ്റ് 15 ആണ്. ബിക്കോസ് ജോർജിയൻ കലണ്ടർ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് തീരുമാനിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 ആണ്. 1947 ഓഗസ്റ്റ് 15-ന് നമ്മൾ ഫോളോ ചെയ്തിരുന്നത് ജോർജിയൻ കലണ്ടർ തന്നെയാണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇന്നും അത് എന്ത് തന്നെയാണ്? ജോർജിയൻ കലണ്ടറിൽ ഓഗസ്റ്റ് 15 തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഫംഗ്ഷൻസ് എല്ലാവരും സാഗ കലണ്ടർ വെച്ചിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സാഗ കലണ്ടർ വെച്ചിട്ട്, കാരണം ഇതെല്ലാം നമ്മുടെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ്. ഓക്കെ, അതെല്ലാം നമ്മൾ നമ്മുടെ സാഗ കലണ്ടർ വെച്ചിട്ടാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത് നമ്മുടെ ജോർജിയനിലേക്ക് വരുമ്പോൾ ചെറിയ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ആകെ വരുന്ന വ്യത്യാസം കേട്ടോ. ആരാണ് മിസ്സേ എന്നെ അവിടെ അധിക്ഷേപിക്കുന്നത്? സ്റ്റീവാണോ? ഗ്രിഗോറിയൻ. എടാ, ഒരു ഗ്രിഗോറിയൻ മാറിപ്പോ. ഈ സ്ലൈഡ് ഉണ്ടാക്കിയത് ഞാനല്ല. ആണോ?
എടാ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇത് ഉണ്ടാക്കിയത് ഞാനല്ല, അതാണ് അതിൻ്റെ പ്രശ്നം വന്നത്. ഇത് ഞാനാ ഉണ്ടാക്കിയിരുന്നെങ്കിൽ സൂപ്പറായിട്ട് വന്നാനെ. ഓക്കെ, പ്യുവർ ലൂണാർ കണ്ടല്ലോ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്യുവർ lunar calendars do not make the adjustments, so festivals like Eid ul-Fitr can move to different months of Georgian calendar over the years. ഇതുപോലെ തന്നെയാണ് എന്താ പറയുക, ചില സമയത്ത് നമ്മൾ ജോർജിയൻ കലണ്ടറിലേക്ക്, ഇവിടെ തന്നെയാണല്ലോ വ്യത്യാസം, അത് വെട്ടിക്കളാം. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജോർജിയൻ കലണ്ടറിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള ഫെസ്റ്റിവൽസിന് എന്താ പറയുക, മന്ത് വെച്ച് വരെ ഷിഫ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. മന്ത് തന്നെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതാസ് ഉണ്ട് കേട്ടോ. പോസിബിലിറ്റീസ് ആണ്. ഓക്കെ, സോ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഈ മുന്നത്തെ പോയിന്റ് എഴുതിയാൽ മതി. സെയിം കാര്യങ്ങൾ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ തംസ് കാണിച്ചേ, ഈ പോയിന്റ് എഴുതി കഴിഞ്ഞെങ്കിൽ തംസ് കാണിച്ചേ. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോളാർ ഫെസ്റ്റിവൽസ് ആണ് കേട്ടോ. സോളാർ ഫെസ്റ്റിവൽസ് ഹെഡിങ് എഴുതാം. നമ്മളിപ്പോൾ ലൂണാർ ഫെസ്റ്റിവൽസ് കണ്ടു, ഇനി നമ്മൾ നോക്കുന്നതാണ് സോളാർ ഫെസ്റ്റിവൽസ്. Some Indian festivals follow a solar sidereal calendar, so they occur on nearly the same date every year in the Georgian calendar. സോളാർ ഫെസ്റ്റിവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോളാർ കലണ്ടറിനകത്തും എത്ര ഡേയ്സ് ആണുള്ളത്? 365 ഡേയ്സ് ആണുള്ളത്. ജോർജിയൻ കലണ്ടറിലും എത്ര ഡേയ്സ് ആണുള്ളത്? 365 ഡേയ്സ് ആണുള്ളത്. അതുകൊണ്ട് സോളാർ ഫെസ്റ്റിവലും സോളാർ ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ ചില ഫെസ്റ്റിവൽസ് എങ്ങനെയാണെന്ന് അറിയോ, അവർക്ക് അവരുടെ കലണ്ടറിലെ ഡേറ്റും അതുപോലെ തന്നെ നമ്മുടെ കലണ്ടറിലെ ജോർജിയൻ കലണ്ടറിലെ ഡേറ്റും ഏകദേശം സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ബിക്കോസ് സോളാർ കലണ്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത്രയും സെയിം ഡേയ്സ് തന്നെയാണ് ജോർജിയൻ കലണ്ടറായിട്ട് വരുന്നത്. ലൂണാർ വരുമ്പോൾ നമുക്ക് വ്യത്യാസം വരുന്നത് എന്താണ്, അവിടെ നമ്പർ ഓഫ് ഡേയ്സിൽ വ്യത്യാസം ഉണ്ടല്ലേ. 365 ഇല്ല, 354 ഉള്ളൂ. ആ വ്യത്യാസം കാരണമാണ് ഡേറ്റുകൾ തമ്മിൽ ഷിഫ്റ്റ് ആവുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. സോളാറിലുള്ളതും ജോർജിയനിലുള്ളതും സെയിം നമ്പർ ഓഫ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേട്ടോ. സോളാർ ഫെസ്റ്റിവൽസ്, അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എഴുതി കഴിഞ്ഞെങ്കിൽ തംസ്. എക്സാമ്പിൾസ് എഴുതണ്ട കേട്ടോ, എക്സാമ്പിൾസ് ഇപ്പോൾ എഴുതണ്ട, നമുക്ക് 1 by 1 ആയിട്ട് എഴുതാം. ഓക്കെ, ദെൻ ഓൾ സ്റ്റാൻഡ് അപ്പ് ആണ്. സോളാർ കലണ്ടർ ഫോളോ ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ആണ് സോളാർ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ ജോർജിയൻ കലണ്ടറുമായിട്ട് എന്താ പറയുക പ്രശ്നമൊന്നുമില്ലാണ്ട് പോകുന്നതാണ് നമ്മുടെ സോളാർ ഫെസ്റ്റിവൽസ്. ബിക്കോസ് സെയിം നമ്പർ ഓഫ് ഡേയ്സ് ആണ് സോളാർ കലണ്ടറിലും ജോർജിയൻ കലണ്ടറിലും വരുന്നത്. അതിൽ എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് വൺ വരുന്നതാണ് മകരസംക്രാന്തി എന്ന് പറയുന്നത് കേട്ടോ. മകരസംക്രാന്തി. ഓക്കെ, മകരസംക്രാന്തിയാണ് ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. എക്സാമ്പിൾസ് മാത്രം എഴുതിയാൽ മതി. മകരസംക്രാന്തി എന്ന് പറയുന്നത് ശരിക്കും വിളവെടുപ്പിന്റെ സമയമാണ് അല്ലേ മിസ്സേ? ചോളമൊക്കെ വിളവെടുക്കുന്നത് ശരിക്കും മകരസംക്രാന്തിക്കാണ്. പിന്നെ അതെങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നതെന്ന് അറിയോ? നല്ല അടിപൊളി ഫുഡ് ഉണ്ടാവും. അതുപോലെ തന്നെ പട്ടം പറത്തും. പട്ടം പറത്താൻ ഇഷ്ടമല്ല എല്ലാവർക്കും? ഇഷ്ടമാണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. പട്ടം പറത്താൻ ഇഷ്ടമുള്ളവർ? ഞാൻ പണ്ടൊക്കെ എപ്പോഴും പട്ടം പറത്തുമായിരുന്നു. ബീച്ചിലൊക്കെ പോകുമ്പോൾ എപ്പോഴും പട്ടം പറത്തുമായിരുന്നു. പട്ടം ഉണ്ടാക്കുമായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ പട്ടം കാളിൽ കൂടെ കുറവാണ് അല്ലേ? പട്ടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഒരു ഓക്കെ, യെസ്. സോ മകരസംക്രാന്തി എന്ന് പറയുന്നത് സോളാർ കലണ്ടേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു സോളാർ ഫെസ്റ്റിവൽ ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ എഴുതാം. നെക്സ്റ്റ്, ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐ വോണ്ട് ജോഷുവ ഈസ് വൺ ഓഫ് മൈ, എനിക്ക് എപ്പോഴും എൻ്റെ കണ്ണു പോകുന്ന എൻ്റെ അടുത്തോട്ടാ. എനിക്കറിയില്ല, എന്താ അറിയില്ല, എപ്പോഴും എൻ്റെ കണ്ണു പോകുന്നത് ജോഷു എവിടെയാണോ അവിടേക്ക് ആയിരിക്കുള്ളൂ അല്ലേ? ഇപ്പം താഴോട്ടാ പോകുന്നത് കണ്ണ്. ഇതേ അവിടെ ഇരിപ്പുണ്ടവൻ. ഓക്കെ ജോഷുവ, ഈ ഫെസ്റ്റിവൽ എന്തായിരിക്കും? കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ? ഒരു കലത്തിൽ എന്തോ ഇങ്ങനെ തിളച്ചു വരുന്നു. ഒരു ആടല്ലല്ലോ ഇത്, പശുവുണ്ട്. പശു അല്ലല്ലോ, കാളയുണ്ട്. കുറെ നെല്ല് കിടക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, കുറെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്, പാലുണ്ട്. സോ ഇത് എന്ത് ഫെസ്റ്റിവൽ ആയിരിക്കും? ഇനി ഞാനൊരു ക്ലൂ തരാം.
തമിഴ്നാട്ടിലെ ഒരു ഫേമസ് ഫെസ്റ്റിവലാണ്. പൊങ്കൽ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ അടുത്ത എക്സാമ്പിൾ എഴുതാം. സോളാർ ഫെസ്റ്റിവലിന്റെ അടുത്ത എക്സാമ്പിൾ ആണ് പൊങ്കൽ. പേര് മാത്രം എഴുതിയാൽ മതി നമുക്ക്. കഴിഞ്ഞു. നെക്സ്റ്റ്, അടുത്തത്. ഇത് സ്ക്രീൻ ഫുള്ള് ഭയങ്കര കളേഴ്സ് ആണല്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന ഇതാരത്? സ്റ്റീവാണോ? അതാരാണത്? വിനായകേ. എന്തായിരുന്നു ആ മെസ്സേജ് മിസ് ഒന്ന് കാണിച്ചതേ? എടാ ഞാൻ നിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചില്ലടാ. ഞാനത് ഇതെല്ലാം സ്റ്റീവിന്റെ അടുത്ത് മാത്രമേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ആൾക്കാര്, പക്ഷെ നീ ഇങ്ങനെ പറയുന്നത് ഓ മൈ ഗോഡ്, അത് കൊണ്ടു എനിക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് ഫെസ്റ്റിവൽ ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ കഴിഞ്ഞിട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ഫെസ്റ്റിവൽ ആണ് ബിഹു എന്ന് പറയുന്ന ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവൽ നമ്മുടെ ഏത് എവിടെയാണെന്ന് അറിയോ? ആസാമില്ലേ? ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റ് അറിയോ ഇന്ത്യയിലുള്ള? അല്ല, ഈ ഫെസ്റ്റിവൽ ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അവരുടെ ന്യൂ ഇയർ പോലെ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ നമുക്ക് കേരളത്തിനകത്ത് നമുക്ക് നവംബർ 1 കേരളപ്പിറവി ഇല്ലേ? കേരളപ്പിറവി നവംബർ 1 അതുപോലെ അവരുടെ ഒരു പുതിയൊരു പുതുവത്സരം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ന്യൂ ഇയർ പോലെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് അസാമിലെ ബിഹു എന്ന് പറയുന്ന ഫെസ്റ്റിവൽ കേട്ടോ. അപ്പൊ അതും ഒന്ന് എക്സാമ്പിളിന്റെ കൂട്ടത്തിൽ എഴുതാം. ബിഹു. നല്ല രസമാണല്ലോ ഇങ്ങനത്തെ ഫെസ്റ്റിവൽസ് ഒക്കെ പോയി കാണാന്നുള്ളത്, എക്സ്പ്ലോർ ചെയ്യാനൊക്കെ. വേദ്, ഹായ്, അൺമ്യൂട്ട്. ഹായ്. വേദിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫെസ്റ്റിവൽ ഏതാണ്? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഫെസ്റ്റിവൽ? ക്രിസ്മസ് അല്ല, ഓണം. യെസ്, അടിപൊളി. എനിക്കും അതെ, ഓണമാണ് ഭയങ്കര ഇഷ്ടം. ക്രിസ്മസ് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഓണമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓണത്തിന് നമ്മള് രസമല്ലേ, കുറെ പൂക്കൾ, നല്ല 10 ദിവസം പൂക്കളിടല് എല്ലാം എന്ത് അടിപൊളിയാണല്ലേ. സദ്യ, അതാണ് മെയിൻ. അതാണ് കണ്ട വേദ്. യെസ്, അതന്നെ. ഓക്കെ, സോ ഇത് നമ്മളുടെ അസാമിലുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്, ലൈക്ക് ന്യൂ ഇയർ പോലെയുള്ള ഫെസ്റ്റിവൽ ആണ്. ഇതെന്ന് പറയുന്നത് വൈശാഖി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആണ്. ഇത് ഏത് സ്ഥലമായിരിക്കും? ഏത് സ്റ്റേറ്റ് ആയിരിക്കുള്ളൂ? ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആയിരിക്കും? അറിയാവുന്ന ഒരു വേഗം ചെയ്തോ. ഏത് സ്റ്റേറ്റ് ആണ്? അപ്പോഴൊക്കെ അവിടെ ആൾക്കാരാണെങ്കിൽ തുടങ്ങി. നന്ദാപാലം ഒക്കെ സ്റ്റേറ്റ് അറിയില്ലെങ്കിലും ഇത് കാണിക്കാൻ അറിയാട്ടാ. വിളിച്ചോ മിസ്സേ. ഏത് സ്റ്റേറ്റ് ആടാ ഇത്? മരിയ. ഇത് എവിടുത്തെ സെലിബ്രേഷൻ ആയിരിക്കും? എവിടെ? പഞ്ചാബാ. ഈ കോസ്റ്റ്യൂം കണ്ടിട്ട് അങ്ങനെയാണോ തോന്നിയത്? ഇത് കണ്ടപ്പോ അങ്ങനെ തോന്നിയത്. ഓക്കെ, യെസ്. സോ പഞ്ചാബിലെ നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് അവരും ഇതുപോലെ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു വലിയൊരു ഫംഗ്ഷൻ, അവരുടെ ഒരു വലിയൊരു ഫെസ്റ്റിവൽ ആണ് വൈശാഖി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ കേട്ടോ. സോ നെക്സ്റ്റ് എക്സാം എഴുതാൻ മതി. ഇതെന്താ? അതൊന്നുമില്ല. ഓക്കെ, സോ അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. വൈശാഖി. ഇതും ഒരു സോളാർ ഫെസ്റ്റിവൽ ആണ്. നമ്മൾ ആദ്യം കണ്ട ഫെസ്റ്റിവൽസ് എല്ലാനും, അതായത് നമ്മൾ ദിവാലി കണ്ടു, ഹോളി കണ്ടു, ഈ ഈദുൽ ഫിത്തർ കണ്ടു അല്ലേ? അതെല്ലാം എങ്ങനെയായിരുന്നു? ബുദ്ധ പൗർണമി, ഇതെല്ലാം എങ്ങനെയായിരുന്നു? ലൂണാർ കലണ്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതായത് ചന്ദ്രന്റെ പൊസിഷൻസ് വെച്ചിട്ടുള്ള ഫെസ്റ്റിവൽസ് ആയിരുന്നു. അത് പക്ഷെ നമ്മളുടെ ജോർജിയൻ കലണ്ടറിൽ വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും. കാരണം ലൂണാർ കലണ്ടറും ജോർജിയൻ കലണ്ടറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് സോളാർ കലണ്ടേഴ്സ് ഫോളോ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഡേറ്റിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. ബിക്കോസ് സെയിം നമ്പർ ഓഫ് ഡേയ്സ് ആണ് രണ്ടിലും വരുന്നത്. ഓക്കെ, സോ അടുത്തൊരു ഫെസ്റ്റിവൽ നോക്കിക്കഴിഞ്ഞാൽ പോയില ബൈസാഖ്. ഇതിങ്ങനെ നിൽക്കുന്നവർ, ഞാൻ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെ. എങ്ങനെയത്? കറക്റ്റ് അല്ലേ? ഇതിങ്ങനെ. സോ ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മുടെ എവിടെയാണെന്നറിയോ? ബംഗാളിൽ അവർ ന്യൂ ഇയർ പോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് പോയില ബൈശാഖ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ കേട്ടോ, ബംഗാളിൽ. സോ ഇതും എക്സാമ്പിളിൻ്റെ കൂട്ടത്തിൽ എഴുതി വെക്കാം. പോയില ബൈസാഖ്. ഇനി ഉണ്ടോ? അയ്യോ, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, എഴുതിയില്ലേ? ഈയിടെ കാർത്തിക്
ആൽത്തിയ, നീ ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ ഉണ്ടായിരുന്നു അവള്? ഉണ്ടായില്ല. എവിടെയായിരുന്നു? ഇന്നലെ എന്റെ അപ്പന്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ടെക്സ്റ്റ് ബുക്കില് ഗ്രിഗോറിയൻ എന്നാണോ? ഈശ്വര, തെറ്റിപ്പോയാ മൊത്തത്തില്. ഗ്രിഗോറി ശരിയാണല്ലോ. എടാ ഗ്രിഗോറിയൻ ആണ് കേട്ടോ, മാറിപ്പോ. എടാ കറക്റ്റ് ആയിരുന്നില്ലടാ അപ്പൊ ഞാൻ ഇട്ടത്. നിങ്ങളാണ് എന്നെ തെറ്റിച്ചത്. ശേ, ഒറിജിനലായിരുന്നു അത്. എവിടെ ഒരു മിനിറ്റ് കേട്ടോ, മാറ്റിട്ടാ. ഒറിജിനല് നമ്മൾ കറക്റ്റ് ഇട്ടായിരുന്നു മിസ്. ഇവരെന്നെ പറ്റിച്ചു. എവിടെയായിരുന്നു അത്? എവിടെയായിരുന്നടാ അത്? പോയാ 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 ആ യെസ്. എടാ ഇത് തന്നെയായിരുന്നു. ഞാന് പറഞ്ഞത് ജോർജിയ എന്നാണ് മിസ്സേ. പറഞ്ഞതാണ് മാറിപ്പോയത്. ഓക്കെ 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 ഓക്കെ, സോറി കേട്ടോ. ഞാൻ പറഞ്ഞ അതെന്റെ തെറ്റാണ്, എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പറഞ്ഞതാണ് മാറിപ്പോയത്. ദാറ്റ് ഈസ് ഗ്രിഗോറിയൻ കേട്ടോ. ഓ മൈ ഗോഡ്, അവർ ഹോൾ ലൈഫ് ആസ് എ ലൈ. ഓക്കെ, വേഗം ഒന്ന് തിരുത്തിക്കോട്ടെ. നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തിരുത്തിക്കോ. എടാ സ്റ്റീവേ, ഒരബദ്ധം എല്ലാ പോലീസുകാർക്കും പറ്റും. ഓക്കെ, ഇതങ്ങനെ കൂട്ടിയാൽ മതി. ആയോ? ഓക്കെ, സോ അതൊന്ന് വേഗം ഒന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ എന്താ അപ്പൊ അങ്ങനെ വായിച്ചെന്നാവോ? ഷെയിം ഷെയിം പപ്പി ഷെയിം ആണോ? ഓക്കെ, ഞാൻ ശംശം എന്നാ വായിച്ചത്. ആണോ? എടാ എന്താടാ അങ്ങനെ? എടാ ഷെയിം ഷെയിം പപ്പി ഷെയിമിന്റെ സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ട് കേട്ടോ. എല്ലായിടത്തും സ്പെല്ലിംഗ് ആണ് പ്രശ്നം. ഓക്കെ, സോ ഗ്രിഗോറിയൻ ആണ് കേട്ടോ. ഗ്രിഗോറിയൻ കാലണ്ടർ ആണ്. നമുക്ക് മാറിപ്പോയി, മൊത്തത്തിൽ മാറിപ്പോയി. സാറില്ല, ഇനി നമ്മൾ ശരിയാക്കും. ഇനി നമ്മളെല്ലാം ശരിയാക്കും. ഓക്കെ, യെസ്. അപ്പോൾ പോയില്ല ബൈസാഖ് എന്ന് പറയുന്നത് ബംഗാളിൽ വരുന്ന ഒരു അവിടെ ന്യൂ ഇയർ പോലെ ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷൻ ആണ് കേട്ടോ, ഒരു ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, ഈ പറയുന്ന എല്ലാ ഫെസ്റ്റിവൽസും എന്താണ്? ന്യൂ ഇയർ പോലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ആണ്. ഇപ്പം ഞാൻ സോളാർ ഫെസ്റ്റിവൽസ് ആയിട്ട് പറഞ്ഞ ഫെസ്റ്റിവൽസ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, തമിഴ്നാട്ടിലും ഇതുപോലെ നമ്മൾ എന്താ പറയുക ന്യൂ ഇയർ പോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന വേറൊരു ഫെസ്റ്റിവൽ ഉണ്ട്. ദാറ്റ് ഈസ് പുത്താണ്ടു. പൂത്താണ്ടു. ഓക്കെ, പൂത്താണ്ടു. അതിൻ്റെ അല്ലേ ഇതല്ലേ? ഓക്കെ ആ ഓക്കെ. അല്ല, ഞാൻ തന്നെയാണ് ചെയ്തത്. അല്ല, അത് ഫോൺ ഇത് ഒരു അങ്ങനെ മാറ്റി തന്ന് ഞാൻ ഫിഗേഴ്സ് മാത്രം ഞാൻ ആഡ് ചെയ്തതാണ്. ഓക്കെ, സോ ഇത് എങ്ങനെ തന്നെയല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നതാവോ? സ്പെല്ലിംഗ് ഇത് തന്നെയാണ്, പക്ഷേ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് തമിഴ്നാട്ടിൽ പോയി ചോദിക്കേണ്ടി വരും. ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നെ വിളിക്കാം, പൂത്താണ്ടു. ഓക്കെ, ഇതും ഒരു എക്സാമ്പിൾ ആയിട്ട് ആഡ് ചെയ്ത് വെക്കാം. ഇതെല്ലാം സോളാർ ഫെസ്റ്റിവൽസ് ആണ് കേട്ടോ. സോ സോളാർ ഫെസ്റ്റിവൽസിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ഗ്രിഗോറിയൻ കലണ്ടറുമായിട്ട് ഡേറ്റിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ബിക്കോസ് സോളാർ കലണ്ടറിലും ഇത്രയും ദിവസം ഈശ്വര, ഇന്നലെ ഞാൻ ജോർജിയൻ എന്നാണ് പറഞ്ഞതെന്ന് തോന്നണം അല്ലേ? ജോർജിയൻ എന്നാണ് ഇന്നലെ പറഞ്ഞത്. ആണെങ്കിലും ഒന്ന് വേവേദേ. ഓ മൈ ഗോഡ്, സാരമില്ല കേട്ടോ. അതിപ്പം ഒന്ന് കറക്റ്റ് ചെയ്തേക്കട്ടെ. ഗ്രിഗോറിയൻ ആണ്, ആരും മാറിപ്പോരുത്. സോ എന്താണ്, നമ്മളുടെ സോളാർ കലണ്ടറും അതുപോലെ ഗ്രിഗോറിയൻ കലണ്ടറും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും ഈക്വൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ് വരുന്നത്. ഒരു ഇയറിൽ 365 ഡേയ്സ് ആണ് വരുന്നത്. ആകെ വ്യത്യാസം വരുന്നത് നമ്മുടെ ലൂണാർ കലണ്ടറിൽ മാത്രമാണ്. ദാറ്റ് ഈസ് 354 ബിക്കോസ് 1 മന്തിനകത്ത് 29.5 ഡേയ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് സോളാർ ഫെസ്റ്റിവൽസ് വരുന്നത്. സോ ലൂണാർ ഫെസ്റ്റിവൽസിന്റെയും സോളാർ ഫെസ്റ്റിവൽസിന്റെയും എക്സാമ്പിൾസ് എന്തായാലും പഠിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 3 എക്സാമ്പിൾസ് എങ്കിലും പഠിക്കണം കേട്ടോ. സോളാർ കലണ്ടറിനകത്ത് ലൂണാറിൽ വരുമ്പോൾ എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ പോരാ, അത് ഏത് മന്തിൽ ഏത് ഡേ ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയപ്പോൾ ഇപ്പോൾ ദിവാലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് കാർത്തികയിലെ ന്യൂ മൂണിലാണ്. ഓക്കെ, ഓരോന്നിനും എക്സ്പ്ലനേഷൻ പഠിച്ചായിരുന്നു ലൂണാറിൽ. ഓക്കെ, ഓരോന്നിനും എക്സ്പ്ലനേഷൻ പഠിച്ചു, ഹോളിക്ക് പഠിച്ചു, കണ്ടോ? അതുകൂടി പഠിക്കണം. എക്സാമ്പിൾ പേര് മാത്രം പഠിച്ചാൽ പോരാ. സോളാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾസ് പേര് മാത്രമേ ഉള്ളൂ, വേറെ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും വരുന്നില്ല. ഓക്കെ, സോ അത് മാത്രം പഠിച്ചാൽ മതി. ആരാ ഡൗട്ട്? വേണോ? വിളിക്കണോ മിസ്സേ? ഡൗട്ട് ആയല്ലോ, വിളിക്കണോ? വേണോ? എന്തായാലും വിളിച്ചേ, കുഴപ്പമില്ല. അല്ല, പറഞ്ഞോ, നീ ചോദിച്ചോ. നിന്റെ ഡൗട്ട് എനിക്ക് തീർക്കാൻ പറ്റിയില്ല എന്ന് ഇവിടെ പുറത്ത് ഒരു കുറെ അറിവുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. ആളെ വിളിച്ച് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തു. അഖിൽ സാറല്ല, അഖിൽ സാറിനേക്കാൾ അറിവുള്ള ഒരു സാറാണ്, പക്ഷെ സാർ പോയി. കുഴപ്പമില്ല, നീ പറിച്ചു ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ചോദിക്ക്. ഓണം മാറി വരും.
അപ്പൊ ഇതൊന്നും ഇതിനകത്ത് ഉൾപ്പെടാത്ത ഓണം കൂട്ടണമെങ്കിൽ കൂട്ടാം നമുക്ക്. ഓണവും കൂട്ടണമെങ്കിൽ കൂട്ടാം. കാരണം ഓണവും നമ്മൾ ലൂണാർ കലണ്ടർ വെച്ചാണ് ഫോളോ ചെയ്യുന്നത്. കാർത്തിക, ചിത്തിര ആ സംഭവം അല്ലേ, ആ ഒരു ബേസിലാണ് നമ്മൾ ചിങ്ങം, കന്നി അങ്ങനത്തെ സംഭവമാണ് നമ്മളിവിടെയും നോക്കുന്നത്. അല്ലാതെ നമ്മൾ ജനുവരി 1, ജനുവരി 2 അങ്ങനെ സെപ്റ്റംബർ 23 അങ്ങനെ നമ്മൾ ഓണത്തിന് നോക്കില്ല കേട്ടോ. നമ്മളുടെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് പോകുന്നതാണത്. ഓക്കെ, എന്താണ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറ. എന്താ പറഞ്ഞു ഈ പറഞ്ഞു എന്തിനാ മിസ് മ്യൂട്ട് ചെയ്തത്? എന്താണ് ന്യൂ ഇയർ? ഇല്ല, അത് ഒഫീഷ്യലി അവര് ന്യൂ ഇയർ എന്നാണ് പറയാറ്. ഓക്കെ, ന്യൂ ഇയർ എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ എടുക്കാറുള്ളത്. അവരുടെ ന്യൂ ഇയർ അങ്ങനെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഫോർമേഷൻ ഡേറ്റ് ആയിട്ടല്ല അവർ പറയുന്നത്, അവർ ഒഫീഷ്യലി ന്യൂ ഇയർ ആയിട്ട് തന്നെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഒഫീഷ്യൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ വലിയ ന്യൂ ഇയർ ഉണ്ട്. അതുകൂടാതെ അവരുടെ സ്റ്റേറ്റിൽ മാത്രമായിട്ട് ഒരു ന്യൂ ഇയർ എക്സ്ട്രാ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ വൈശാഖ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ക്രിസ്മസ് സോളാറിൽ വരില്ല. ബിക്കോസ് സോളാർ ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ആണ് മെയിനായിട്ട്. നമ്മുടെ ഇന്ത്യയിലെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. ഓക്കെ, ക്രിസ്മസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗ്രിഗോറിയൻ കാലണ്ടറിലും ഫോളോ ചെയ്ത് പോകുന്ന ആളാണ്. ഓക്കെ ഓക്കെ, അത് നമ്മളുടെ ഇതുമായിട്ടൊരു കണക്ഷൻ വരുന്നില്ല കേട്ടോ. ഓക്കെ ഓക്കെ, സോ ഞാൻ ഇതെന്താ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തായാലും പഠിക്കണം. ലൂണാർ വരുമ്പോൾ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ തന്നെ എന്തുകൂടി പഠിക്കണം? അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതുകൂടി പഠിക്കണം. സോളാർ വരുമ്പോൾ എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? സോ സെറ്റ് ആണ്. ഇനി നമ്മൾ എന്തായാലും ബാക്കി ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മൾ പഠിക്കാനുള്ള സമയമാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു വിശ്രമം വേണ്ടേ മിസ്സേ? വേണം, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം. ഓക്കെ, സോ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ബാക്കി പഠിക്കാം കേട്ടോ. ബൈ. ഒറിജിനലി ലിങ്ക്ഡ് ടു സോളിസ്റ്റിക്സ് ഓർ ഇക്വിനോക്സസ്, but a slight difference between sidereal and tropical years causes their dates to drift slowly over centuries. നമ്മൾ ഓൾറെഡി സോളിസ്റ്റിസും അതുപോലെ തന്നെ ഇക്വിനോക്സിസും പറഞ്ഞായിരുന്നു അല്ലേ? വേറൊന്നും അല്ലായിരുന്നു. കുറച്ച് സമ്മർ സോളിസ്റ്റിസ്, അതുപോലെ വിന്റർ സോളിസ്റ്റിസ്, സ്പ്രിംഗ് ഇക്വിനോക്സിസ്, അതുപോലെ തന്നെ ഓട്ടം ഇക്വിനോക്സിസ്, അങ്ങനെ കുറച്ച് ടേംസ് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ചെറുതായിട്ട് ഓരോ സെഞ്ചുറി കഴിയുമ്പോഴും എന്താ പറയുക, ചെറുതായിട്ട് അവരുടെ ഡേറ്റിൽ ചെറിയൊരു ഡ്രിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മകരസംക്രാന്തിയിലെ നമ്മൾ ആദ്യം പഠിച്ച മകരസംക്രാന്തി, അത് 71 വർഷം കഴിയുമ്പോൾ 71 ഇയേഴ്സ് കഴിയുമ്പോൾ എന്താ പറയുക, ഒരു ഡേ വെച്ച് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊന്നുമല്ല കേട്ടോ, 71 ഇയേഴ്സ് കഴിയുമ്പോഴാണ് ഒരു ഡേ ഷിഫ്റ്റ് ആവുന്നത്. ആ ഒരു ഡേ ഷിഫ്റ്റ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ ഈ സോളിസ്റ്റിക്സും ഇക്വിനോക്സിസും ഒക്കെയാണ് ഇതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഈ ഒരു പോയിന്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഓക്കെ, യെസ്. സോ അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ വേറെ കൂടുതലായിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. കുറച്ച് ഫെസ്റ്റിവൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, പിന്നെ ചെറിയ പൊട്ടത്തരങ്ങളും. എന്തായാലും നമ്മൾ എന്താ പറയുക, അത് തിരുത്തി പോന്നിട്ടുണ്ട്. എനിവേസ്, നമുക്ക് ഇനി കുറച്ച് നേരം ഇരുന്ന് പഠിക്കാം. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മൾ ഒന്ന് ഇരുന്ന് പഠിക്കാൻ പോവുകയാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഡേയ്സ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്ത് പോവുകയാണ്. നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് ടൈം ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷെ നിങ്ങളെല്ലാവരും അടിപൊളി കുട്ടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഠിക്കുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് കുറേ പേര് ഫുൾ മാർക്ക് മേടിക്കാറുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഇപ്പോൾ എന്തായാലും ഒന്നിരുന്ന് പഠിക്കാം. ആദ്യം മുതൽ നമുക്ക് നോക്കാം. അയ്യോ, ഇതല്ല, ഇതിൻ്റെ ഇപ്പുറം. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നതാണ് ഫേസസ് ഓഫ് ദ മൂൺ. എന്താണ് ഫേസസ് എന്നുള്ള ഡെഫിനിഷൻ എന്തായാലും പഠിക്കണം. ദ ചേഞ്ചിങ് ഷേപ്പ് ഓഫ് ദ മൂൺസ് ഇലുമിനേറ്റഡ് പോർഷൻ, അല്ലെങ്കിൽ ബ്രൈറ്റ് പോർഷൻ ചേഞ്ച് ആവുന്നതാണ് നമ്മൾ ഫേസസ് ഓഫ് മൂൺ എന്ന് വിളിക്കുന്നത്. അതിൽ നമുക്ക് ന്യൂ മൂൺ പഠിക്കാനുണ്ട്. കംപ്ലീറ്റ്ലി എന്താ പറയുക, അത് വിസിബിൾ അല്ലാതിരിക്കുന്നത്, മൂൺ വിസിബിൾ അല്ലാത്ത ഡേ ആണ് ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസ്യ. ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ബ്രൈറ്റ് സർക്കിൾ ആയിട്ട് നിൽക്കുമ്പോൾ അതാണ് ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണിമ. ഇനി വേനിങ് പീരീഡ് എന്ന് പറയുന്നത്, അത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി സിമ്പിളായിട്ട്. ദ പീരീഡ് വെൻ ദ ബ്രൈറ്റ് പാർട്ട് ഓഫ് ദ മൂൺ ഡിക്രീസസ്. മൂണിൻ്റെ ആ ഒരു ബ്രൈറ്റ് പാർട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. ഫുൾ മൂൺ ആയിരുന്നു, ആ ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്കുള്ള ജേണി, ആ ഒരു പീരീഡ് ഓഫ് ടൈം ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ വേനിങ് പീരീഡ് അല്ലെങ്കിൽ കൃഷ്ണപക്ഷ എന്ന് വിളിക്കുന്നത്. ഈ പേര് കൂടി പഠിക്കണം കേട്ടോ, കൃഷ്ണപക്ഷ എന്നുള്ള പേര് കൂടി പഠിക്കണം. ഇനി വാക്സിൻ പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ
നേരെ തിരിച്ച് ബ്രൈറ്റ്നസ് കൂടി വരികയാണ് ചെയ്യുന്നത് ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെ. ഓക്കെ, ബ്രൈറ്റ്നസ് കൂടി വരുന്നു, അതിനെയാണ് വാക്സിംഗ് പീരീഡ് അല്ലെങ്കിൽ ശുക്ലപക്ഷ എന്ന് ഇന്ത്യയിൽ വിളിക്കും. ഓക്കെ, അത് നോട്ട് ചെയ്യാം. ഇനി വേനിങ് പീരീഡ് ആണെങ്കിലും വാക്സിംഗ് പീരീഡ് ആണെങ്കിലും അവർ രണ്ടുപേരും 2 വീക്സ് ആണ് ഉള്ളത് കേട്ടോ. 2 വീക്സ് ആണുള്ളത്, അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 15 ഡേയ്സ് ആയിട്ട് വരും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഫുൾ മൂണും ന്യൂ മൂണൊക്കെ കാൽക്കുലേറ്റ് ചെയ്തല്ലോ, കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തായിരുന്നു. ഇതെല്ലാം നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഗിബ്ബസ് പറഞ്ഞു. ഗിബ്ബസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, മോർ ദാൻ ഹാഫ് അല്ലേ, ഹാഫ് അല്ല, അതിനേക്കാളും കുറച്ചും കൂടി ഇലുമിനേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഗിബ്ബസ് മൂൺ എന്ന് പറയുന്നത്. ക്രസൻറ്റ് ആണെങ്കിൽ ഹാഫിനേക്കാളും കുറവായിരിക്കും, ഇത്ര ഉണ്ടാവുള്ളൂ, കണ്ടോ, കുറച്ചുണ്ടാവുള്ളൂ. അതിനെയാണ് ക്രസൻറ്റ് എന്ന് വിളിക്കുന്നത്. ക്രസൻറ്റ് ആണ് നമ്മളുടെ ഈദുൽ ഫിത്തറിനൊക്കെ നമ്മൾ നോക്കുന്നത് ക്രസൻറ്റ് മൂണാണ് കേട്ടോ. ഓക്കെ, ദെൻ മൂണിൻ്റെ ലൊക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചൊരു കാര്യമായിരുന്നു, വേനിങ് മൂൺ നമുക്ക് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ളത് സൺറൈസ് ആണ്, വാക്സിംഗ് മൂൺ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ളത് സൺസെറ്റിനാണ്. ഓക്കെ, ദെൻ ഓക്കെ, ഇതെല്ലാം നമുക്ക് ഓടിച്ചുവിടാം. ഓക്കെ, യെസ്. ഇനി മൂണിൻ്റെ ആ ഒരു അപ്പിയറൻസിനുള്ള മെയിൻ റീസൺസ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് എവിടെയായിരുന്നു, യെസ്, എന്താണ് മൂൺ ഫേസസിൻ്റെ റീസൺ? ദ ഫേസസ് ഓഫ് ദ മൂൺ ഒക്യൂർ ബിക്കോസ് ഓഫ് ദ ചേഞ്ചിങ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ദ സൺ, മൂൺ ആൻഡ് എർത്ത് ആസ് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ സൺ. മൂൺ എർത്തിൻ്റെ ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സണ്ണിൻ്റെയും മൂണിൻ്റെയും എർത്തിൻ്റെയും റിലേറ്റീവ് പോർഷൻസ്, അവർ പരസ്പരം തമ്മിലുള്ള ഒരു പൊസിഷൻസ് ഇല്ലേ, ആ പൊസിഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേഞ്ച് ആവുന്നത് കൊണ്ടാണ് മൂൺ ഫേസസ് ഒക്യൂർ ചെയ്യുന്നത് കേട്ടോ. സോ ആ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പഠിക്കണം. ഓക്കെ, ദെൻ എക്ലിപ്സസ് വരുന്നുണ്ട്. എക്ലിപ്സസിൽ സോളാർ എക്ലിപ്സ് വരുന്നു. സോളാർ എക്ലിപ്സ് എന്ന് വരുമ്പോൾ എങ്ങനെയായിരിക്കുള്ളൂ, അവിടെ നമുക്ക് ആ ഒരു ഓർഡർ പഠിച്ചു വെക്കണം കേട്ടോ. MESഉം അതുപോലെ EMSഉം. MES വരുന്നത് ഏതായിരുന്നു, ലൂണാർ എക്ലിപ്സ് ആയിരുന്നു. EMS വരുന്നത് സോളാർ എക്ലിപ്സ് ആണ് കേട്ടോ. ആൻഡ് MES എന്ന് പറയും, ലൂണാർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ ഫുൾ മൂൺ ആണ്. EMS വരുമ്പോൾ ന്യൂ മൂൺ ആണ്. ഈ MESനകത്തുള്ള ആരൊക്കെയാണത്, എമ്മും EMS ആരൊക്കെയാണ്, മൂണ്, എർത്ത്, സൺ കേട്ടോ. ഓക്കെ, എ സോളാർ എക്ലിപ്സ് ഒക്യൂർസ് വെൻ ദ മൂൺ എക്ലിപ്സസ് ദ സൺ. മൂണ് സണ്ണിന് ഇങ്ങനെ മറഞ്ഞ് നിൽക്കുമ്പോഴാണ്, കവർ ചെയ്ത് നിൽക്കുമ്പോഴാണ് സോളാർ എക്ലിപ്സ് ഉണ്ടാവുന്നത്. ആൻഡ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് മീൻസ് ദാറ്റ് ദ മൂൺ കംസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത്. മൂൺ എന്ത് ചെയ്യുന്നു, എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയിൽ വരും. അപ്പോൾ നമുക്ക് സൺലൈറ്റ് എർത്തിലേക്ക് വരാതെ ബ്ലോക്ക് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സോളാർ എക്ലിപ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ ഡെഫിനിഷൻ പഠിക്കാം, ഓർ എൽസ് വി ക്യാൻ റൈറ്റ് ദിസ് വൺ. ഓക്കെ, യെസ്. ഇനി ലൂണാർ ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് MES ആണ്. മൂണിനെ ആരാണ് കവർ ചെയ്യുന്നത്, എർത്താണ് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ലൂണാർ എക്ലിപ്സ് ഒക്യൂർസ് വെൻ എർത്ത് എക്ലിപ്സസ് ദ മൂൺ. Or else we can say like, this means that the earth comes in between the sun and the moon, thereby blocking the moon and preventing the moonlight from reaching us. Moonlight നമുക്ക് കിട്ടൂല. രണ്ടും പഠിക്കണം, നോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇത്രയും വരെ നോക്കാം കേട്ടോ. എവിടെ വരെ പറയുന്നത്, ഇപ്പോൾ എക്ലിപ്സ് വരെയാണ് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് പഠിക്കാനായിട്ട് I will give you 5 minutes. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലേ, സോ അധികം ടൈമിൻ്റെ ആവശ്യമില്ല. വേഗം പഠിച്ചാൽ വേഗം ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ നമുക്ക് വേഗം ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തിട്ട് എക്സാം എഴുതിയിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, സോ വേഗാവട്ടെ. എന്നിട്ട് നമുക്ക് നേരെ വരുന്ന റിവിഷൻ ആയിരിക്കും കേട്ടോ. റിവിഷനിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും പഠിക്കുന്നത്, ഈ ചാപ്റ്റേഴ്സ് നമ്മൾ ബാക്കിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഫ്രണ്ട് ചാപ്റ്ററിലേക്കായിരിക്കും പോകുന്നത്. സോ ബാക്കിൽ നിന്ന് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ റിവൈസ് ചെയ്യും, ഇരുന്ന് പഠിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, എക്സാം എഴുതും. ഇത് തന്നെയായിരിക്കും പിന്നെ വരാൻ പോകുന്നത് കേട്ടോ, റിവിഷനിൽ വരുന്നത്. ഓക്കെ, സോ നമുക്ക് എക്സാം എഴുതാൻ സമയമായിട്ടുണ്ട്. സോ എല്ലാവരും വേഗം തന്നെ അറേഞ്ച്മെൻറ്റ്സ് പ്രോപ്പർ ആക്കുക, പേരൻസ് വിളിച്ചെടുത്തിരുത്താം, വേഗം ആവട്ടെ കേട്ടോ.